ഹലോ, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളെ കണ്ണൂരിലെ ഫ്ലവർ ഷോക്കാണ്. അപ്പോൾ ഞാനിത് 2-ാം തീയതി എടുത്ത് വീഡിയോ ആണ്. പിന്നെ എഡിറ്റിങ്ങും വോയിസ് ഓവറെല്ലാം കൊടുക്കേണ്ട മടി കാരണം ഞാൻ ഇങ്ങനെ ഡിലേ ആക്കി വെച്ച്. ഇന്നാണ് എനിക്കതിന് സമയം കാണും. അപ്പോൾ നമ്മളത് അച്ഛനും അമ്മയെല്ലാം വരുന്നുണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വണ്ടി കയറി ഒരുത്ത വണ്ടി കയറിയ പാട് ഉറങ്ങാൻ തുടങ്ങി. നമ്മളൊരു ഉച്ച കഴിഞ്ഞപ്പോൾ പോയത്, ഞായറാഴ്ചയാണ് പോകുന്നത്. ഇവനിങ്ങനെ ഇരുന്നിങ്ങനെ ഉറങ്ങണം, ഇരിക്കാനേ പറഞ്ഞാൽ ഇരിക്കുകയില്ല. അങ്ങനെയാണ് ഓൻ്റെ സ്വഭാവം. അങ്ങനെ ഓനാടുന്ന് ഉറങ്ങി നിൽക്കുമ്പോഴേക്കും നമ്മളിതാ കണ്ണൂർ എത്തി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒടുക്കത്തെ തിരക്കുണ്ടായി. നമുക്ക് അവിടെ പാർക്കിങ്ങെല്ലാം നമ്മൾ വിചാരിച്ച് നമുക്ക് ഇതിനുള്ളിൽ കയറാൻ കഴിയില്ല, അങ്ങനെ തിരക്കേനു. അപ്പോൾ ഒന്നാമത് കഴിയാനായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായി. പിന്നെ നമ്മൾ എവിടെയോ കുറച്ച് അങ്ങോട്ടെല്ലാം പോയി പാർക്കെല്ലാം ചെയ്ത് അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല അടിപൊളി തുണിയാണ്. പിന്നെ നമ്മളിത് അങ്ങനെ ടിക്കറ്റെല്ലാം എടുത്ത് ഒരാൾക്ക് 70 രൂപയാണ്. അങ്ങനെ നമ്മളെ 2026 ഫ്ലവർ ഷോ. ഞാൻ ഒരുപാട് വീഡിയോസൊന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടില്ല, കാരണം കുറച്ച് ക്ലിപ്പേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ തിരക്കുണ്ടായിനി. പിന്നെ പിള്ളേരും എല്ലാം ആകുമ്പം അപ്പോൾ അത്രയും എടുത്തിട്ടുള്ളൂ. നല്ല ഭംഗിയുണ്ടായിനി. ഫസ്റ്റ് തന്നെ കയറുമ്പം തന്നെ അടിപൊളിയായിരുന്നു. കുറേ സെറ്റെല്ലാം ചെയ്ത് വെച്ച് അവർ നല്ല രസമുണ്ടായിനി. പിന്നെ നമ്മളിതാ വാങ്ങേണ്ട സെക്ഷൻ എത്തി. അങ്ങനെ നമ്മളവിടുന്ന് കണ്ടു നല്ല തിരക്കേനു ഇങ്ങോട്ടെല്ലാം. അപ്പം നമ്മളവിടുന്ന് കുറച്ച് ചെടിയെല്ലാം വാങ്ങിയിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ നാടുന്നൊരു കരിമ്പും ജ്യൂസ് കുടിച്ച് കോളിഫ്ലവറും തിന്ന്. പിന്നെ ഇവനെ ഇങ്ങോട്ടേക്ക് ഇവിടെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവനെ ഇവിടെ കയറ്റി. ഇതിന് നല്ല കോമഡി. ഇവൻ ആദ്യമായിട്ടാണ് നീൻ്റെ മുകളിൽ കയറുന്നത്. അപ്പോൾ ഇവനെങ്ങനെ കളിക്കണ്ടേന്നും കയറണ്ടേന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു കുട്ടിയാണ് ഇവനെ അതിൻ്റെ മുകളിലേക്ക് ആക്കിയത്. അങ്ങനെ ഇവൻ ആ കുട്ടി കളിക്കാണ്ടാന്ന് ഇവൻ അങ്ങ് മുകളിൽ വരെ കയറ്റുന്നു. ഇവൻ ആദ്യം ഇതിൻ്റെ അകത്ത് കയറിയ തന്നെ ആരെല്ലോ കുപ്പായെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ കയറാൻ നോക്കി. പക്ഷെ പകുതിക്ക് തന്നെ സ്റ്റക്കായി പോകുന്നു, കയറാൻ പറ്റുന്നില്ല. പിന്നെ ആ കുട്ടിയാണ് ഇവനെ അങ്ങത്തോളാക്കിയത്. ഞാനും ഏട്ടനെല്ലാം കിടന്ന് ചിരിച്ച് ചാവുന്നുണ്ടായിരുന്നു. കാരണം ഇവൻ്റെ ആ ഒരു കളി അങ്ങനെ ചിരിക്കുന്നുണ്ട്. അടിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു ചിരിക്കുന്നത്. ഇവനെ അത് കയറാൻ പറ്റുന്നില്ല. ഒന്നാമതേ ആടിയുള്ള കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഇവനാണ്. പിന്നെ അതാ ഓനാടുന്ന് ഊരുന്ന ഇവനാടുന്ന് എങ്ങനെ കീയണ്ടേന്നൊന്നും അറിയുന്നില്ല. കോമഡി. എൻ്റെ ഏട്ടൻ ഇവിടുന്ന് പറയുന്നുണ്ട് കൈവിട് എന്നാലും താഴേക്ക് വരാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ഇവനവിടെ പിടിച്ച് മെല്ലെ വരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇവിടെ പിള്ളേരെ കുറച്ച് പാട്ടെല്ലാം ഉണ്ടായിനി. അതും കൊണ്ട് നേരെ ഇവന് ബൈക്കിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ആക്കി. ആടെ ബൈക്കിനടുത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇവന് കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടൻ കുറച്ച് നേരം ആടുന്ന് കളിപ്പിച്ച്. പിന്നെ ഞാനും അമ്മയും അച്ഛനെല്ലാം കൂടി ഒരു ഫോട്ടോ അങ്ങനെയെല്ലാം എടുത്ത്. പിന്നെ നമ്മൾ ആടുന്ന് ബാക്ക് വഴി ഇറങ്ങി. നമ്മൾ നേരെ പയ്യാമ്പലം പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഒരു മാനിക് ഡെസേർട്ട് പറയുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് മിൽക്കി വേ എന്ന് പറയുന്ന അതാണ് കഴിച്ചിട്ട്. പക്ഷെ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്തായാലും അവിടെ കുറച്ച് ട്രൈ ആക്കേണ്ട ഐറ്റംസ് ഉണ്ട്, അതെല്ലാം അടിപൊളിയാണ്. അങ്ങനെ നമ്മളിതാ പയ്യാമ്പലം ബീച്ചിലെത്തി. അവിടുന്ന് കല്ലുമ്മക്കായെല്ലാം കഴിച്ച്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ട. പിന്നെ കടപ്പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത്. അങ്ങനെ നമ്മൾ നേരെ മസാല ദോശ തിന്നാൻ പോയി. ഞാൻ വാങ്ങിയിട്ടില്ല. ഇവരും അമ്മയും അച്ഛനും ഏട്ടനും ഒന്ന് കഴിച്ചിട്ടുണ്ടായിനി. അപ്പം ഞാൻ വാങ്ങാത്തത് കൊണ്ട് തന്നെ എനിക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വാരിത്തിരുന്നുണ്ട്. പിന്നെ നമ്മളങ്ങനെ വീട്ടിലേക്ക് പോക്കായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോസ്. ടാറ്റ, ബൈ ബൈ.